യേശുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവരെ നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്ന ഹീബ്രു പദം ബെയിൻ എന്ന് പറയുന്ന ഹീബ്രു പദമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഈ ഹീബ്രു പദം കാണുന്നുണ്ട്. ഈ ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ബിറ്റ്വീൻ എന്നാണ്, അതായത് മലയാളത്തിൽ ഇടയിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2 ബ്രെഡുകൾക്കിടയിൽ നമ്മൾ ജാം വയ്ക്കാറുണ്ട്, ബട്ടർ വയ്ക്കാറുണ്ട്. ഇത് 2 ബ്രെഡുകൾ തമ്മിൽ ഒന്നിപ്പിച്ച് നിർത്തും, അതുപോലെ തന്നെ സ്വാദ് നൽകും. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അയൽക്കാരുടെ ഇടയിൽ, കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പനും അമ്മയ്ക്കും ഇടയിൽ, മാതാപിതാക്കന്മാർക്കും മക്കൾക്കും ഇടയിൽ, സഹോദരന്മാർക്കിടയിൽ, സഹോദരർക്കിടയിൽ, അങ്ങനെ ഒത്തിരി സ്ഥലത്ത് നമുക്ക് ഈ ഒരു വാക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് നമ്മൾ നിറയ്ക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ജീവിതം. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയൊരു ശൂന്യത കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അയൽക്കാരുടെ ഇടയിൽ ഒരു ശൂന്യത, മാതാപിതാക്കന്മാരുടെ ഇടയിൽ ഒരു ശൂന്യത, മാതാപിതാക്കന്മാർക്കും മക്കൾക്കും ഇടയിൽ ഒരു ശൂന്യത. അങ്ങനെ ഒത്തിരിയേറെ ശൂന്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ എല്ലാം ഈ ഒരു ജീവിതം. കുറച്ച് പുറകിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അയൽക്കാരുടെ ഇടയിൽ സ്നേഹം നിറഞ്ഞിരുന്നു, മാതാപിതാക്കന്മാരുടെ ഇടയിൽ സ്നേഹമുണ്ടായിരുന്നു, മാതാപിതാക്കന്മാരുടെയും മക്കളുടെയും ഇടയിൽ സ്നേഹമുണ്ടായിരുന്നു, സഹോദരർക്കിടയിൽ സ്നേഹമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, യേശു പോലും പറയുന്നുണ്ട്, ദൈവത്തിനും നിനക്കുമിടയിൽ സ്നേഹമുണ്ടാകട്ടെ, അയൽക്കാർക്കും നിൻ്റെ സഹോദരനും നിനക്കുമിടയിൽ സ്നേഹമുണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ശൂന്യത സ്നേഹം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നല്ലൊരു ദിനം നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.